ഇന്നൊരു ഈസി സാമ്പാർ ഉണ്ടാക്കിയാലോ? കുക്കറിലും റൈസ് കുക്കറിലും എല്ലാം പറ്റുന്ന വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് വെക്കുക. ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, ടൊമാറ്റോ, വെള്ളരിക്ക, ക്യാരറ്റ്, ബീൻസ്, സവാള, പൊട്ടാറ്റോ ഇത്രയാണ് എടുത്തേക്കുന്നത്. ഈ വെജിറ്റബിൾസിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെജിറ്റബിൾസ് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിലെടുക്കാം എന്ന് കരുതിയിട്ട് നമുക്കറിയാമല്ലോ ബ്രോക്കലി, കോളിഫ്ലവർ അങ്ങനെയൊന്നും നോർമലി സാമ്പാറിലിടില്ല. അപ്പോൾ സാമ്പാറിലിടുന്ന ടൈപ്പ് വെജിറ്റബിൾസ് മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. ഞാൻ ഇത്രയ്ക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതൊരു 3-4 ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കും. അതായത് ആ ഉണ്ടാക്കി വെച്ച് അതിനെ ഉടനെ തന്നെ അതിൻ്റെ തണുപ്പ് ചൂട് മാറിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സെപ്പറേറ്റ് ചെയ്യും. ഒരു 2-3 ബോക്സായിട്ട്. എന്നിട്ട് ഓരോ ബോക്സായിട്ട് ഓരോ ദിവസം എടുക്കും. അതാകുമ്പോൾ നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ. ഇനി കട്ട് ചെയ്ത വെജിറ്റബിൾസിനെ നമുക്ക് റൈസ് കുക്കറിലേക്ക് വെക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞാൻ ലാസ്റ്റാണ് പൊട്ടാറ്റോ എടുത്തത്. ഞാൻ ആക്ച്വലി അത് വിട്ടുപോയി. എന്തായാലും നമുക്ക് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇടാം. ഒരു കുറച്ച് കായപ്പൊടി, ഒരു കുഞ്ഞ് പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്. ഉപ്പിന് ഒത്തിരി ഇടരുതിപ്പോൾ, കുറച്ച് ഉപ്പ്. ഇത്രയും കൂടെ വെച്ച് നമുക്ക് റൈസ് കുക്കറിൽ വെക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രൊപ്പോർഷൻ ഒരു ഏകദേശ പ്രൊപ്പോർഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് പൊടികളായിരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും ചില ടൈപ്പ് ഉപ്പിന് ഭയങ്കര രസം ഉണ്ടാവും, ചിലതിന് കുറവുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഇടുക. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ആ റൈസ് കുക്കറിൽ നിന്ന് ആവി വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് പുളി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ കുക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2-3 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ പോയി അതിന് ശേഷം നിങ്ങൾ അതിനകത്ത് തുറന്ന് ഈ പുളിവെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കുറുകിയിട്ടാണ് വേണ്ടതെങ്കിലും ഞാൻ കുറേ കൂടെ നന്നായിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം വെച്ച് അതിനെ അടച്ചു വെക്കും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കടുക് താളിക്കാം. കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ട് അതിനെ വഴറ്റി അതിലേക്ക് നമ്മുടെ ഈ സാമ്പാർ ആഡ് ചെയ്യും. ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇനിയും കുറച്ച് നേരം അതിനെ നന്നായിട്ട് തിളപ്പിക്കും, ഒരു കുറുകി വരാനായിട്ട്. കുറുകി വരുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈസി സാമ്പാർ. എങ്ങനെയുണ്ട് വീഡിയോ?